Hi guys, it's me Shah. Welcome back to Lecture 4. Today we are going to discuss some important topics of Python, such as working with string, tuple, list, and dictionary. So, without wasting time, let's start our class. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രിംഗ് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസ് ആണ്. സ്ട്രിംഗ് വെച്ച് നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഫുൾ ആയിട്ട് കാണിച്ചു തരാം. സോ ഫസ്റ്റ് നമ്മൾ ഒരു ഒരു സ്ട്രിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഗ്രീറ്റിംഗ് എന്നൊക്കെ കൊടുക്കാം. ഗ്രീറ്റിംഗ് ഈക്വൽ ടു ഹലോ റിസാർട്ട്. ഇങ്ങനെയാണ് ഗ്രീറ്റിംഗ്. ഒരു സ്ട്രിംഗ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഗ്രീറ്റിംഗ് എന്നുള്ള ഒരു വേരിയബിൾ ഞാനത് സ്റ്റോർ ചെയ്തു. നമുക്ക് ആ ഒരു സ്ട്രിംഗ് നമുക്ക് എന്തൊക്കെ ആ ഒരു സ്ട്രിംഗ് വെച്ച് നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു സ്ട്രിംഗ് നോർമലി നമുക്ക് പ്രിന്റ് ചെയ്യാം. അത് ഓൾറെഡി പറഞ്ഞതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഇതിൽ നമുക്ക് ഈ ഒരു സ്ട്രിംഗിന്റെ ലെങ്ത് നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് കാൽക്കുലേറ്റ് തിരിയും. 1 2 3 4 5 6 7 8 9 10 11 12 13. അത് 13 ഇതിന്റെ ലെങ്ത് 13ആണ്. അത് നമുക്ക് എങ്ങനെ റിട്രീവ് ചെയ്യാൻ നോക്കാം. അതൊരു പെർട്ടിക്കുലർ ഒരു ഫംഗ്ഷൻ ഉണ്ട്, len എന്ന് പറയും. len എന്നിട്ട് നമ്മൾ അതിന്റെ പാരാമീറ്റർ ആയിട്ട് ആ ഒരു സ്ട്രിംഗ് കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് എന്ത് കിട്ടും, നമുക്ക് ആ ഒരു ലെങ്ത് ഓഫ് ആ സ്ട്രിംഗ് കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഞാൻ കാണാൻ പറ്റും 13 ആണ് ഇപ്പൊ അതിന്റെ ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരും. ആ ഒരു ലെങ്ത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് യൂസ്. നമുക്ക് len എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് സ്ട്രിംഗിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വേറൊരു ഓപ്ഷൻ വെച്ചാൽ നമുക്ക് ഇതിൽ ഓരോ ലെറ്റേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം ഈ ഓരോ ലെറ്റേഴ്സിനും ഓരോ ഇൻഡെക്സ് ഉണ്ടാകും. ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ യുണീക്ക് ഐ ഡി ആയിരിക്കും. അത് ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യുണീക്ക് ഐ ഡി എന്ന് പറയും. വെച്ചാൽ ഇപ്പൊ ഈ ഒരു സ്ട്രിംഗിലാണെങ്കിൽ ഇപ്പൊ നമ്മളെ ഈ ഒരു എച്ചിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി 0 എന്നുള്ള വാല്യൂ, ഇനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും 1, പിന്നെ 2 3 4. വെച്ചാല് ഈ 4 എന്നുള്ളത് ഞാൻ കോൾ ചെയ്യുമ്പോൾ വരുന്നത് എന്തായിരിക്കും 0 ആയിരിക്കും. അതേപോലെ 5 സ്പേസ് ആയിരിക്കും. അത് 6 7 8 9 10 11 12 ആയിരിക്കും. അതിപ്പോ ഇവിടെ എഴുതിയാൽ ശരിയില്ല. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്നല്ല 0 എന്നാണ് ഇതിന്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഥവാ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ യൂണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിന്റെ ഇപ്പം ഈ എച്ച് എന്നുള്ള ലെറ്ററിന് ഇപ്പൊ എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ, ആ സിംഗിൾ ലെറ്റർ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഞാൻ ആ ഗ്രീറ്റിംഗ് എന്നുള്ള ആ ഒരു വേരിയബിളിനെ കോൾ ചെയ്തിട്ട് അതിൽ ഈ ഒരു രീതി അഥവാ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിന്റെ ഇൻസൈഡിൽ എന്ത് കൊടുക്കുക, ആ ഒരു ഇൻഡെക്സ് കൊടുക്കുക. ഇപ്പൊ ഇവിടെ ഞാൻ 0 എന്ന് കൊടുത്താൽ വരാൻ ഔട്ട്പുട്ട് വരുന്നത് എച്ച് ആയിരിക്കും. കാരണം 0യിലെ ഇൻഡെക്സ് 0 എന്ന് പറഞ്ഞ ഇൻഡെക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എച്ച് ആണ്. അതേപോലെ എനിക്കിപ്പം 10 കൊടുത്ത് നോക്കാം. 10 കൊടുക്കുമ്പോൾ കിട്ടുന്നത് എ ആണ്. അഥവാ ഈ ഇർഷാദിന്റെ ലാസ്റ്റ് വരുന്ന എ ആണ്. സോ നമുക്ക് ഈ രീതിയിൽ എന്താക്കാം, നമുക്ക് എലമെന്റിന്റെ ഓരോ പെർട്ടിക്കുലർ ലെറ്റേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോ നമ്മൾ ഫ്രണ്ട് നിന്നാണല്ലോ നമ്മളിപ്പം ഇൻഡെക്സ് കൊടുക്കുന്നത്. നമുക്ക് ഇനി ബാക്ക് നമുക്ക് ആ ഒരു ഇൻഡെക്സ് സെയിം ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാല് ഇപ്പൊ ഇവിടെ ലാസ്റ്റത്തെ 1 മിനിറ്റ് ലാസ്റ്റത്തെ ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഇവിടെ -1 ആയിരിക്കും. ഇവിടെ -1, അതേപോലെ തന്നെ -2 -3 -4 അങ്ങനെ ബാക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അതൊന്നും എങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കാം. പ്രിന്റ് നമുക്ക് ലാസ്റ്റ് ലെറ്റർ ആക്സസ് ചെയ്യണമെങ്കിൽ ഗ്രീറ്റിംഗ് കൊടുത്തിട്ട് -1 കൊടുക്കാം. ഈ ഒരു രീതി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, ലാസ്റ്റിലെ ആ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആയിരിക്കും. അതേപോലെ തന്നെ അതിന്റെ തൊട്ട് മുമ്പിലെ കിട്ടണമെങ്കിൽ നമ്മൾ അതിൽ നിന്നും 1 ഇൻഡെക്സ് ബാക്കോട്ടേക്ക് വരണം. അഥവാ -2 വരണം. ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് കിട്ടുന്നുണ്ട്, ഡി എന്ന് കിട്ടുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമുക്ക് എന്താണ് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഓരോ ലെറ്റേഴ്സിന് നമുക്ക് ഇൻഡെക്സ് വഴി നമുക്ക് അതിനെ റിട്രീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെയുള്ള എന്താണെന്ന് വെച്ചാൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. വെച്ചാൽ നമുക്ക് ഈ ഒരു സ്ട്രിങ്ങിലെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വേർഡിനോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ലീവ് എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്ത് ക്ലാസ് എന്ന് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് റിച്ചാർജിനെ റീപ്ലേസ് ചെയ്ത് എന്ത് കൊടുക്കാം, വേറെ നെയിം കൊടുക്കാം. എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പം പ്രിന്റ് കൊടുത്തു, അതിൽ ഗ്രീറ്റിംഗ് നമുക്ക് ഗ്രീറ്റിംഗിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യാം. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രീറ്റിംഗിലൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്യാം. ഗ്രീറ്റിംഗ് ഡോട്ട് റീപ്ലേസ്
ഉള്ള ഫംഗ്ഷൻ ആണത്. സോ അതിൽ പാരാമീറ്റർ ഉണ്ടാവണം. അതിനുശേഷം ഏത് വേർഡാണോ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് അല്ലെ ആ വേർഡ് കൊടുക്കും. ഇപ്പൊ ഇവിടെ ഇർഷാദ് എന്ന് കൊടുത്തു. എന്നിട്ട് എന്താ കൊടുക്കുന്നത് ഞാൻ ഒരു വേർഡ് നെയിം അഥവാ എക്സാമ്പിൾ ഇപ്പം ജോൺ എന്ന് കൊടുക്കാം. നമുക്ക് ജോൺ എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഗ്രീറ്റിംഗ് പ്രിന്റ് ചെയ്ത് നോക്കാം. ഗ്രീറ്റിംഗ് പ്രിന്റ് ചെയ്യാൻ കാണാൻ പറ്റും ഹലോ ജോൺ അഥവാ ഈ ഒരു ഇർഷാദ് എന്നുള്ള ആ ഒരു വേർഡിനെ നമ്മൾ ജോൺ വെച്ച് റീപ്ലേസ് ചെയ്തു. അതാണ് നെക്സ്റ്റ് നമ്മളെ സ്ട്രിംഗ് വെച്ച് ചെയ്യാൻ ചെയ്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ നോർമലി പ്രിന്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു. വെച്ചാല് ഇപ്പൊ നമുക്ക് ഈ ഇപ്പം ഒരു സെറ്റ് ഓഫ് സ്ട്രിംഗ് ഉണ്ട് വിചാരിക്കും. ഇപ്പം ഒരു സ്ട്രിംഗ് ഉണ്ട്. ആ സ്ട്രിംഗിന്റെ ഇൻസൈഡിൽ നമുക്കൊരു വേരിയബിളിന്റെ വാല്യൂ ആഡ് ചെയ്യണമെന്നുണ്ട്. വെച്ചാൽ ഇപ്പം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ വെച്ചാല് ഇപ്പം പ്രിന്റ് എന്ത് കോസ്റ്റ് ഓഫ് ഐഫോൺ ഈസ് എന്നിട്ട് ഇവിടെ എനിക്ക് വെച്ചാല് ഇവിടെ മാനുവൽ വേണം എന്താക്കാം ഒരു 10,000 കൊടുക്കാം. പക്ഷെ ഇവിടെ എനിക്ക് ഇൻസ്റ്റഡ് ഓഫ് മാനുവലി കൊടുക്കുന്നതിന് പകരം എനിക്ക് ഒരു വേരിയബിളിന്റെ വാല്യൂ അഥവാ കോസ്റ്റ് ഈക്വൽ ടു 10,000 എന്നുള്ളത് ഈ ഒരു വേരിയബിളിന്റെ വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ ഈ ഇത് മാറ്റിയിട്ട് നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, കോമ ഇട്ടിട്ട് കോസ്റ്റ് എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുത്താലും ഇത് വർക്ക് ചെയ്യും. ജസ്റ്റ് കമന്റ് ഇങ്ങനെ കൊടുത്താലും അത് വർക്ക് ചെയ്യും. കോസ്റ്റ് ഓഫ് ഐഫോൺ ഈസ് 10,000 എന്നുള്ളത്. പക്ഷെ ഇതിൽ നല്ലൊരു മെത്തേഡ് ഉണ്ട്. ആ ഒരു മെത്തേഡാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതൊന്നും ചെയ്ത് നോക്കാം. 3 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഏത് പൊസിഷനിലാണ് നമുക്ക് ആ ഒരു വേരിയബിളിന്റെ വാല്യൂ ഉള്ളത് അവിടെ നമ്മൾ ജസ്റ്റ് ഈ ഒരു പെർസെൻറ്റേജ് കൊടുത്ത് എസ് ഇടും. അതിനുശേഷം സ്ട്രിങ് കഴിഞ്ഞിട്ട് ആ സെയിം പെർസെൻറ്റേജ് നമ്മൾ യൂസ് ചെയ്യും. സെയിം പെർസെൻറ്റേജ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പാരാമീറ്ററിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുക്കും, നമ്മളെ ഇപ്പൊ ഇവിടെ എത്രയാണോ നമ്മൾ പാരാമീറ്റർ കൊടുത്തത് അത്രയും എന്ത് കൊടുക്കേണ്ടി വരും, ഇവിടെ വാല്യൂ കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ കോസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ കോസ്റ്റിന് ഇതിന്റെ അകത്ത് കൊടുക്കും. ഇനി നമുക്ക് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. സെയിം ഔട്ട്പുട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ അത് വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ വീണ്ടും വേറെ എസ് കൊടുത്തിട്ട് ഇവിടെ ഞാനത് പാസ് ചെയ്യുന്നില്ല എങ്കിൽ രണ്ടാമത്തെ വേരിയബിൾ പാസ് ചെയ്യുന്നില്ല എങ്കിൽ എന്തായിരിക്കും, എനിക്ക് എറർ വരും. കാരണം നോട്ട് ഇനഫ് ആർഗ്യുമെന്റ് വെച്ചാൽ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഇനഫ് ആർഗ്യുമെന്റ് ഇതിലില്ല, ഈ ഒരു നൊട്ടേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. സോ അതും കൂടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എറർ വരും. സോ ഇപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഡോട്ട് ഫോർമാറ്റ് എന്ന വേറൊരു ഇതുണ്ട്, ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചാൽ അതിന് പകരം ജസ്റ്റ് ഈ ഒരു ബ്രാക്കറ്റ് ഇടും. അതിനുശേഷം ഡോട്ട് ഫോർമാറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് അതിന്റെ അകത്ത് അതിന്റെ ഇൻസൈഡിൽ പാരാമീറ്റേഴ്സ് ആയിട്ട് ഏതൊക്കെ വേരിയബിൾ ആണ് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ പ്രിന്റ് ചെയ്താൽ കാണാൻ പറ്റും 10,000 കാണാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു കോസ്റ്റ് എന്നുള്ള ആ ഒരു വാല്യൂ ഈ ഒരു ബ്രാക്കറ്റിന്റെ അകത്ത് അവർ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോ ഇതേപോലെ തന്നെ ഇപ്പം വീണ്ടും ബ്രാക്കറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തില്ല എങ്കിൽ നമുക്ക് സെയിം എറർ തന്നെ വരും. സോ അത് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. കൊടുക്കുന്നത് ഇൻസൈഡിൽ കൊടുക്കുന്ന ബ്രാക്കറ്റും ഇതിൽ കൊടുക്കുന്ന വാല്യൂന്റെ നമ്പർ സെയിം ആയിരിക്കണം, കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു മെത്തേഡാണ് നമുക്ക് ഈ ഒരു ഇൻസൈഡിൽ തന്നെ നമുക്ക് വേരിയബിൾ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ സ്ട്രിങ്ങിന്റെ തൊട്ട് മുമ്പായിട്ട് ഒരു എഫ് ഇടും. എഫ് ഇട്ടിട്ട് നമ്മൾ എവിടെയാണോ നമുക്ക് വേരിയബിൾ ആഡ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് അതിന്റെ അകത്ത് കോസ്റ്റ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് 3 രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഒന്നും കൂടി വേണമെങ്കിൽ അത് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ റിവൈസ് ചെയ്യാം. ഒന്ന് നമ്മൾ എഫ് ഫംഗ്ഷൻ യൂസ് എഫ് എന്നുള്ള ആ ഒരു കീവേഡ് നമ്മൾ സ്ട്രിങ്ങിൽ ഫസ്റ്റ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പറഞ്ഞാണ് എന്ത്, നമ്മൾ എസ് ഇട്ടിട്ട് 1 മിനിറ്റ് എസ് ഇട്ടിട്ട് നമ്മൾ എന്നിട്ട് കോസ്റ്റ് എന്ന് കൊടുക്കാം. ഈ ഒരു രീതിയിൽ കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ ആണ് എന്ത്, ഡോട്ട് ഫോർമാറ്റ് എന്നുള്ളൊരു മെത്തേഡ്. ഡോട്ട് ഫോർമാറ്റിൽ കോസ്റ്റ്. ഈ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ട്രിങ്ങിന്റെ അകത്ത് ഇൻസൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു 3 മെത്തേഡ് ഉണ്ട് സ്ട്രിങ്ങിന്റെ അകത്ത് നമുക്ക് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ പറഞ്ഞ ഈ ഒരു എറേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. കാരണം വലിയ പ്രോഗ്രാംസ് ഇതാവുമ്പം ഇങ്ങനത്തെ എറേഴ്സ് വരുമ്പം വേഗം തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു എററുമായിട്ട് നമ്മൾ എന്തായിരിക്കണം, കോപ്പ് ചെയ്തിരിക്കണം. സോ ഇതാണ് സ്ട്രിങ് വെച്ചുള്ള കുറച്ച് ഓപ്പറേഷൻസ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇത്ര കുറെ സ്ട്രിങ് വെച്ചിട്ട് കുറെ ഫങ്ഷൻസ് ഉണ്ട് നമുക്ക് കുറെ ചെയ്യാൻ പറ്റുന്ന.
അതൊക്കെ നിങ്ങൾ ആക്ച്വലി ഒന്നെങ്കിൽ നിങ്ങൾ തന്നെ ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ തന്നെ ആ ഒരു സംഭവം ഗൂഗിൾ വഴി ഫൈൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആ ഒരു സൊല്യൂഷൻ കിട്ടും. അല്ലെങ്കിൽ പൈത്തൺ ഡോക്യുമെന്റേഷനിൽ പോയാൽ നിങ്ങൾക്ക് കുറെ ഇത് കാണാൻ പറ്റും. വെച്ചാൽ ഈ സ്ട്രിങ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. ജോയിൻ ചെയ്യുന്ന ലിസ്റ്റിനാണ്. സ്ട്രിങ്ങിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ലിസ്റ്റിലാക്കാൻ പറ്റും. അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യണം. നമ്മളിപ്പോ ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുള്ള സ്റ്റാർട്ടിങ് ട്രിബിൾ നമ്മൾ ഒഴിവാക്കിയിട്ട് കുറച്ച് ടോപ്പിക്സ് കുറച്ച് നോളജ് നിങ്ങൾക്ക് തരുവാണ്. ആ നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയെല്ലാം കവർ ചെയ്യാൻ പറ്റും. ആ രീതിയിലായിരിക്കും ഞാൻ ഇവിടെ നോളജ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈത്തൺ ഡോക്യുമെന്റേഷൻ തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇനി നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പൊ ഞാനിവിടെ അടിയിലൊരു ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് എ സ്ട്രിംഗ് വേരിയബിൾ. ഒരു സ്ട്രിംഗ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ലെങ്ത് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതാവുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പ്രീവിയസിലെ കോഡ് നോക്കാണ്ട് ആ ഒരു ഓർമ്മയിൽ തന്നെ അവരെങ്ങനെയാണ് അത് ചെയ്തെന്നില്ല നോക്കിയിട്ട് ചെയ്യുക. കോപ്പി അടിക്കാണ്ട് ചെയ്യുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടപ്പിൾസ് ആണ്. ടപ്പിൾസ് എന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കണ്ടെയ്നർ ആണ്. ഒരു കണ്ടെയ്നറിൽ നമ്മൾ കുറെ വാല്യൂസ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ ഈ ഒരു എന്ന് പറയുന്ന ടപ്പിൾസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലിസ്റ്റ് പിന്നെ ഡിസ്കസ് ചെയ്യാം. സോ ഇതിന്റെ നമുക്ക് ടപ്പിൾസ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. സോ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്ന് ഓക്കെ, ടപ്പിൾസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക വെച്ചാൽ അതിന്റെ സിന്റാക്സ് എന്നത് നമ്മൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പം ടപ്പിൾ തന്നെ കൊടുക്കാം. ടപ്പിൾസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് ഇട്ട് നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് വേണ്ട വാല്യൂ അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് വാല്യൂ 1 2 3 4 5 ഈ ഇതിൽ കൊടുക്കാം. അപ്പം ഈ ഒരു രീതിയിൽ ഡാറ്റനെ സ്ട്രക്ചർ ചെയ്യുന്ന ഒരു മെത്തേഡ് പറഞ്ഞാണ് ടപ്പിൾ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇത് പ്രിന്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് പ്രിന്റ് ആയി വരുന്നത് എന്നുള്ളത്. ടപ്പിൾസ് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ ആ ഒരു സെയിം സ്ട്രക്ചർ തന്നെ അത് പ്രിന്റ് ആയി വരും. ഇനി നമുക്ക് ഡാറ്റ ടൈപ്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് പറഞ്ഞു ടപ്പിൾ ആണെന്നുള്ളത്. ടൈപ്പ് ഓഫ് ടപ്പിൾസ് നോക്കി നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ അതിന്റെ ആ ഒരു ഡാറ്റ ടൈപ്പ് തന്നെ ടപ്പിൾ ആണ്. ഓക്കെ, ഇതിപ്പോ ഇതിന്റെ ഈ ഒരു ടപ്പിൾ എന്ന് പറഞ്ഞ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ, ഐ മീൻ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിലാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ആ ഒരു ഇതിന്റെ ഈ ഒരു ഫോർമാറ്റിൽ വരുന്നതിന്റെ ഒരു ഡാറ്റ ടൈപ്പ് ആണ് എന്ത്, ടപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിലിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ട്രിംഗിൽ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ടപ്പിൾസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 1 എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതൊരു 1 എന്ന് വെച്ചാൽ 2 ആണ് വരിക. കാരണം ഇൻഡെക്സ് 0 എന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ 2 ആണ് വന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം -1 കൊടുത്താൽ നമുക്ക് ഏറ്റവും ലാസ്റ്റിലെ എലിമെന്റ് നമുക്ക് കിട്ടും 5 എന്നുള്ളത്. സോ നമ്മൾ നേരത്തെ സ്ട്രിംഗ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിലും ചെയ്യാൻ പറ്റും. ഏത് ആ ഇൻഡെക്സിങ് മാത്രമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. സോ അങ്ങനെ ഇതിൽ തന്നെ സെപ്പറേറ്റ് കുറെ ഫംഗ്ഷനാലിറ്റി നമുക്ക് ജോയിൻ ചെയ്യാൻ സംഭവമുണ്ട്. സോ ഇപ്പൊ നമ്മൾ ഇത്ര കാലം മനസ്സിലാക്കുക, ടപ്പിൾസ് എന്നൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് ഉണ്ട്. അതിൽ ഈ രീതിയിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുക. അതിൽ നമുക്ക് ഡാറ്റനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡിൽ ആക്സസ് ചെയ്യാം. പിന്നെ ഇതിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഐ മീൻ ആ ഡിഫറൻസ് നമുക്ക് തോന്നുന്നു ലിസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടൊരു ഡിഫറൻസ് ഉണ്ട് ലിസ്റ്റിലും ടപ്പിളും. അത് നമുക്ക് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ലിസ്റ്റ് ആണ്. ലിസ്റ്റ് സെയിം തന്നെയാണ്. ഏത് നമ്മൾ ടപ്പിൾ പോലെ തന്നെയാണ്. അതിന്റെ ആ ഒരു നമ്മൾ ഐ മീൻ ഡിക്ലെയർ ചെയ്യുന്ന വേ നമ്മൾ അവിടെ നമ്മൾ പറയാൻ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് നോക്കാം. അതിന് ഡിഫറൻസ് നമ്മൾ പറയും. ഓക്കെ, ഇപ്പം നമ്പേഴ്സ് ഈക്വൽ ടു നംസ് ഈക്വൽ ടു അതേപോലെ തന്നെ 1 2 3 4 ചെയ്യാം. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ടൈപ്പ് ഒക്കെ നോക്കി നോക്കാം. ടൈപ്പ് നംസ് നോക്കാം. അതേപോലെ തന്നെ പ്രിന്റ് നംസ് ഓഫ് നമുക്ക് ഒരു ഫസ്റ്റ് എലമെന്റ് ആക്സസ് ചെയ്യാം. അതേപോലെ തന്നെ ഫസ്റ്റ് അല്ല, ഇത് സെക്കൻഡ് എലമെന്റ് ആണ്. ഫസ്റ്റ് ഇങ്ങനെയാണ് വരിക. അതേപോലെ ലാസ്റ്റ് എലമെന്റ് നമുക്ക് ആക്സസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ത്യ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഇത് ഈ ഒരു വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് പറയുന്നത് ലിസ്റ്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ ഫസ്റ്റ് എലമെന്റ് 1ഉം ലാസ്റ്റ് എലമെന്റ് 5ഉം ആണ്. ഇത്രയും കാര്യങ്ങളുള്ള ആക്ച്വലി ലിസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ കുറെ ഈ ഒരു ലിസ്റ്റ് വെച്ച് കുറെ ഓപ്പറേഷൻസ് തന്നെ ചെയ്യും.
പിന്നെ ഓർക്കുന്ന വെച്ചാൽ ഇതിലിപ്പോ ഈ ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ടല്ലോ 1 2 3 എന്നുള്ള ഇതൊക്കെ ആക്ച്വലി ഇന്റീജർ ആണ്. സോ നമ്മൾ എല്ലാ ഇന്റീജർ ആവണമെന്നില്ല. ഇപ്പൊ ഇതിൽ കാണിച്ച പോലെ എന്താവാം, നമ്പേഴ്സ് ആകാം, സ്ട്രിങ് ആകാം. ഓക്കെ, ഇപ്പൊ ഒരു വേരിയബിൾ ആകാം. ചില ഒരു വേരിയബിൾ നമുക്ക് വേണം കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ n ഈക്വൽ ടു 10 കൊടുത്തു. അതേപോലെ തന്നെ ഞാനിവിടെ എന്താ ചെയ്യുന്ന വെച്ചാൽ നംസിന് പകരം ഇവിടെ ഒരു സ്ട്രിങ് കൊടുക്കാൻ പോവാണ്. ഐ മീൻ ഇർഷാദ് എന്നുള്ളത്. അതേപോലെ n എന്നുള്ളതിൻ്റെത് നമ്മൾ ഇവിടെ n എന്ന് കൊടുക്കാണ്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടോ, 10 ലാസ്റ്റത്തെ നമ്പർ 10 ആയി വന്നു. കാരണം ഈ ഒരു വേരിയബിൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, അത് സ്ട്രിങ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ 1 ആക്ട് ചെയ്താൽ എന്ത് കിട്ടും നിങ്ങൾക്ക്? സ്ട്രിങ്. ഓക്കെ, സേവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്താലും കാണാൻ പറ്റും സ്ട്രിങ് ആണ് എഴുതുന്നത് ഇർഷാദ് 10 എന്നുള്ളത്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ലിസ്റ്റ് യൂസ് ചെയ്യുക. ലിസ്റ്റിന് കുറെ യൂസേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ യൂസ് കേസ് മനസ്സിലാക്കും. ഇപ്പൊ നമ്മളത് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ക്ലിയർ ആവില്ല. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. ടപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്, ലിസ്റ്റ് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക. അതിന്റെ ഡിഫറൻസ് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നിങ്ങൾ ടപ്പിൾസിൽ കാണാൻ പറ്റും. ഇപ്പൊ ലിസ്റ്റിൽ നമുക്ക് എന്താ വെച്ചാൽ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള നമുക്ക് ഇൻഡെക്സ്, ഇതിലും സെയിം ഇൻഡെക്സ് തന്നെയാണ് കേട്ടോ ഈ രണ്ടിലും. നമുക്ക് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിലെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ഈ ഒരു ഇർഷ എന്നുള്ളതിന്റെ മാറ്റിയിട്ട് അവിടെ 2 ആക്കണമെങ്കിൽ 2 ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ആ നംസിലെ ആ ഒരു പിന്നെ ഇൻഡെക്സ് വെച്ചിട്ട് ഇതിനെ ആക്സസ് ചെയ്യും. അഥവാ ഇത് 1 ആണല്ലോ, ഈ ഇൻഡെക്സ് 1 ആണ്. അത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എന്താ അസൈൻ ചെയ്യും, എന്ന് പുതിയ വാല്യൂ അഥവാ 2 എന്ന് അസൈൻ ചെയ്യും. നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. നംസ് എന്നുള്ളത് പ്രിന്റ് ചെയ്യാൻ കാണാൻ പറ്റും. കാണാം, ഈ ഒരു ഇർഷാദ് എന്നുള്ളത് എന്തായി ചേഞ്ച് ചെയ്തിട്ട് എന്തായി അപ്ഡേറ്റ് ചെയ്തിട്ട് എന്തായി മാറി, അവിടെ 2 എന്നായി മാറി. ഈ രീതി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് അതിൽ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോ ഇൻഡെക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ടപ്പിളിന്റെ കേസിൽ നമുക്കത് പോസിബിൾ അല്ല. ഇപ്പൊ ഞാനിവിടെ ഇർഷാദ് എന്ന് കൊടുത്തിട്ട് ഞാൻ ഈ ടപ്പിൾസിനെ ഈ ഇർഷാദ് മാറ്റിയിട്ട് 1 ആക്കാൻ പ്ലാൻ ഉണ്ട്, 2 ആക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ ഞാൻ എന്താക്കി 1 ആക്സ് അഥവാ ഈ ഇർഷാദിനെ ആക്സ് ചെയ്തിട്ട് അതിലേക്ക് എന്താക്കി ഞാൻ 2 എന്ന് കൊടുത്തു. അപ്പൊ എനിക്കൊരു എറർ കിട്ടും. വെച്ചാൽ ഈ ഒരു സാധനം ടപ്പിൾ ഒബ്ജക്ട് ഡസ് നോട്ട് സപ്പോർട്ട് ഐറ്റം അസൈൻമെന്റ്. വെച്ചാൽ ആ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ ഒരു വാല്യൂ നമുക്ക് ആ ഒരു ടപ്പിൾസിലേക്ക് അതൊരിക്കലും നമുക്ക് കോഡിൽ എവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അതാണ് ടപ്പിളും ലിസ്റ്റും നമ്മളുടെ മെയിൻ ഡിഫറൻസ്. ഇപ്പൊ ഈ ഒരു ഡിഫറൻസ് മാത്രം മനസ്സിലാക്കുക. എന്താ വെച്ചാൽ അതിന് പറയുന്ന ആ ഒരു ടേം ആണ് എന്ന് വെച്ചാൽ ഇമ്മ്യൂട്ടബിൾ എന്നുള്ളത്. ഇമ്മ്യൂട്ടബിൾ എന്ന് വെച്ചാൽ നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. മ്യൂട്ടബിൾ എന്ന് വെച്ചാൽ നമുക്ക് വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ലിസ്റ്റ് എന്താണ്, ഒരു മ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് കീ ഡിഫറൻസ്. ടപ്പിളിന്റെയും നംസിന്റെയും കീ ഡിഫറൻസ് ആണത്. നമുക്ക് വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല ഏതില്, ടപ്പിൾസിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഏതില്, നമ്മുടെ ലിസ്റ്റിൽ. ഇത്രയാണ് നമുക്ക് ലിസ്റ്റിൽ ആക്ച്വലി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ലൈസ് നൊട്ടേഷൻ ആണ്. വെച്ചാല് അതെന്താണ് ഞാൻ പറയാം. നമുക്കിപ്പോ ലിസ്റ്റ് നമുക്ക് ഒരു സെറ്റ് ഓഫ് ഒരു സെറ്റ് ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു അതിലുള്ള ആ ഓരോ വാല്യൂസ് നമുക്ക് റിട്രീവ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് സ്ലൈസ് നൊട്ടേഷൻ എന്ന് പറയും. യൂസ് ടു എക്സ്ട്രാക്ട് സബ്സ്ട്രിങ്. അതിനുള്ളിലുള്ള ഡാറ്റയെ നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ഏതാണ് നമ്മളെ ഈ ഒരു സ്ലൈസ് നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാത്തിലും പോസിബിൾ ആണ്. സ്ട്രിംഗിലും പോസിബിൾ ആണ്, ടപ്പിൾസിലും പോസിബിൾ ആണ്, അതേപോലെ തന്നെ ഇതിലും നമ്മളെ ലിസ്റ്റിലും പോസിബിൾ ആണ്. അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നാലേ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ തന്നെ നമ്മൾ ഓൾറെഡി എന്തുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഇവിടെ ടപ്പിൾ ഉണ്ട്. ഓക്കെ, എണ്ണം ഉണ്ടാട്ടോ, എണ്ണം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എറർ കാണിക്കും. അതേപോലെ നമുക്ക് സ്ട്രിംഗ് ക്രിയേറ്റ് ചെയ്യാം. സ്ട്രിംഗ് ഹലോ എന്നുള്ള ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഹലോ ഇർഷാദ് കൊടുക്കാം. ഇത് മുമ്പ് പഠിച്ച 3 ഡാറ്റ ടൈപ്പ് നമ്മളിവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ സ്ലൈസിംഗ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സ്ലൈസ് എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം സ്ട്രിംഗ് സ്ലൈസിംഗ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ ഹലോ എന്നുള്ളതിന്റെ ഇപ്പം ഒരു ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ ലെറ്റേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഒന്നിലധികം നമുക്ക് ഡാറ്റയിൽ നിന്ന് റിട്രീവ് ചെയ്യണമെങ്കിൽ, ഇൻഡെക്സിൽ നിന്ന് റിട്രീവ് ചെയ്യണമെങ്കിൽ, ഇത്ര സെറ്റ് ഓഫ് ഇൻഡെക്സ് നമുക്ക് ഡാറ്റ റിട്രീവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്ട്രിംഗ് വെച്ചിട്ട് ഫസ്റ്റത്തെ ആ ഒരു ഇപ്പം ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റത്തെ ലെറ്റർ വെച്ചാൽ ഫസ്റ്റത്തെ ഇൻഡെക്സ് വെച്ചാൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, റിട്രീവ് ഡാറ്റ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇവിടുന്ന് 0 എന്ന് കൊടുത്തു.
0 എന്ന് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു ഡബിൾ ഡോട്ട് കൊടുക്കുക, അതിനുശേഷം അതിന്റെ എൻഡ് കൊടുക്കുക. നമുക്ക് എവിടെ വരെയാണ് ആ ഒരു ഡാറ്റ എടുക്കേണ്ടതെന്ന് കൊടുക്കും. ഇവിടെ 2 എന്ന് കൊടുത്തു. ജസ്റ്റ് ഇത് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ജസ്റ്റ് പ്രിന്റ് നോക്കാം. സോ എച്ച് ഇ വരുന്നു വെച്ചാല് എച്ചും ഇയും. മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ് സ്ലൈസിംഗിൽ ഈ സ്റ്റാർട്ടിങ് 0, ആ 0 തന്നെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ എൻഡ് ചെയ്യുന്നത് നമ്മൾ കൊടുത്ത വാല്യൂ -1 വരെ ആയിരിക്കും. ആ ഒരു നമ്മൾ കൊടുത്ത എൻഡ് കൊടുത്ത ആ ഒരു വാല്യൂ ഇൻക്ലൂഡ് ചെയ്യില്ല. ഇവിടെ 2 ആണ് കൊടുത്തത്. ആക്ച്വലി എന്ത് ചെയ്യണം, എച്ച് ഇ ആണ്. ഇത് 0, ഇത് 1, ഇത് 2 അല്ലേ, നമ്മൾ 2 ആണ് കൊടുത്തത്. പക്ഷെ 2 ഇൻക്ലൂഡ് ആക്കില്ല. അഥവാ മീൻ ചെയ്യുന്നത് 0 to 1 വരെയാണ് എന്ത് ചെയ്യുക, ആ സ്ലൈസിംഗ് സംഭവിക്കുക. ഇവിടെ ഞാൻ എന്ത് കൊടുത്തു, 3 കൊടുത്താൽ എന്ത് വരും, 3 കൊടുത്താൽ എന്ത് വരും, എച്ച് ഇ എൽ വരും. കാരണം 3 എന്ന് പറയുന്നത് ഇതാണ്. അതിന് 1 - 1 ആയിരിക്കും എന്ത്, 1 - 1 വരെ ആയിരിക്കും അതിന്റെ ഡാറ്റ റിട്രീവ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം, കാണാൻ പറ്റും എച്ച് ഇ എൽ എന്ന് വന്നു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ റിട്രീവ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം ഇത് പറഞ്ഞാൽ 0 എന്ന് 1, ഇപ്പൊ ഈ ഒരു എക്സാം നോക്കുകയാണെങ്കിൽ 0 എന്ന് 2 എന്നുള്ള കൊടുത്തിട്ട്, പക്ഷേ എന്താവും, ആ 2 ഇൻക്ലൂഡ് ആക്കില്ല. ബാക്കി അതിന്റെ ബാക്കിലെല്ലാം ആ ഒരു ബിറ്റ്വീനിലെല്ലാം ലെറ്റേഴ്സ് ഇൻക്ലൂഡ് ആക്കും. അതാണ് എഫ് യു എന്ന് പറയുന്നത്. ഇപ്പൊ 2 ന്ന് 5ലേക്ക്, അഥവാ 2 5ലേക്ക് വെച്ചാല് 5 വരെ 5 ഇൻക്ലൂഡ് ആക്കില്ല. പക്ഷെ 5 ഇതിലില്ല. പക്ഷെ ഏതുവരെ ഇൻക്ലൂഡ് ആക്കും, 4 വരെ ഇൻക്ലൂഡ് ആക്കും. കാരണം 5 - 1 എന്നത് 4 അപ്പൊ 2 to 4 വരെ ആയിരിക്കും അതിന്റെ ആ ഒരു എക്സ്ട്രാക്ഷൻ പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം, സ്റ്റാർട്ടിങ് മുതൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇതുവരെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് നമുക്ക് പണം കിട്ടുക. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, 0 എന്ന് കൊടുക്കണം. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ മതി, അവിടെ വാക്കന്റ് ആയിട്ട് ഒഴിവാക്കി വിട്ടാൽ മതി. നമുക്ക് അവിടെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ആ ഒരു ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്യും. അതാണ് നമ്മൾ ഈ ഒരു ഇത് പറഞ്ഞത്. ഇവിടെ നമ്മളിവിടെ വാക്കന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ ആ ഒരു യൂസേജ് അങ്ങനെയാണ്. അതേപോലെ നമുക്ക് ഇതിപ്പം ഇവിടെ ഇപ്പോൾ വാക്കന്റ് ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചാൽ എന്താണ്, നമ്മൾ വെച്ചാല് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ. ഇവിടെ വെച്ചാൽ 0 ഒന്നും ഉണ്ടാവില്ല, കാരണം സ്റ്റാർട്ടിങ് അതാണ്. അതേപോലെ ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് എൻഡ് വരെ എന്താക്കണം, ഡാറ്റ റിട്രീവ് ചെയ്യണമെന്നാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എന്ത് മതി, ഈ ഒരു ഡബിൾ ഡോട്ട് കൊടുത്താൽ മതി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. സോ അപ്പൊ എന്ത് ഫുൾ ഓക്കെ സേവ് ചെയ്ത് ഒന്ന് കൊടുത്തു നോക്കാം. അപ്പൊ നമുക്ക് ആ ഒരു ഫുൾ സ്ട്രിങ് നമുക്ക് എന്ത് ചെയ്യും, എക്സ്ട്രാക്ട് ചെയ്ത് വരും. അതാണ് നമ്മൾ ഈ ഒരു ഡബിൾ ഡോട്ട് കൊടുത്തിട്ട് ഇൻഡെക്സ് കൊടുക്കാത്തതിന്റെ യൂസേജ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് കൊടുക്കുമ്പോൾ ആ ഇൻഡെക്സ് മുതൽ എൻഡ് ആവുന്ന ഇൻഡെക്സ് വരെ ആയിരിക്കും അത് എക്സ്ട്രാക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ന് വെച്ചാൽ -1 എന്നുള്ളത്. നമ്മൾ നേരത്തെ ഇൻഡെക്സ് പറഞ്ഞു നമുക്ക് ലാസ്റ്റ് എലമെന്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ എനിക്കിപ്പം ഹലോ സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റിലുള്ള 2 ലെറ്റേഴ്സ് ഒഴിഞ്ഞിട്ട് നമുക്ക് എന്താണ്, ഐ മീൻ റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി. കാരണം നമുക്കിപ്പോൾ ലെങ്ത് അറിയില്ലാന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു സ്ട്രിങ് ഉണ്ട്, അതിന്റെ ലെങ്ത് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് എന്താ മതി, ലാസ്റ്റ് 2 എലമെന്റ് ഒഴിവാക്കണം. ബാക്കിയെല്ലാം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ വാക്കന്റ് ആയിട്ട് വിടാം. നമുക്ക് വേണമെങ്കിൽ either 0 കൊടുക്കാം. പക്ഷെ വാക്കന്റ് ആയിട്ട് വിട്ടിട്ട് നമുക്ക് എന്താക്കുന്നത്, -3 കൊടുക്കണം. അപ്പൊ എന്ത് കിട്ടും, ലാസ്റ്റ് 2 ലെറ്റർ ഒഴിവാക്കിയിട്ട് നമുക്ക് കിട്ടും. അഥവാ ഇപ്പൊ ഇവിടെ ഓക്കെ 2 ആണ് കൊടുക്കണം. ഓക്കെ 2 കൊടുത്ത് നമുക്ക് സ്ലൈസ് ചെയ്യുമ്പോൾ കിട്ടും IRSH വരെ കിട്ടും. ഐ മീൻ 2 എലമെന്റ് റിമൂവ് ചെയ്ത് കിട്ടും. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്, നമുക്ക് ഈ സ്ലൈസിംഗ് എന്ന് പറയുന്നത് സ്ട്രിങ്ങിലുള്ളത്. ഈ സ്ട്രിങ്ങിലെ സെയിം സംഭവം തന്നെയാണ് നമ്മൾ എവിടെയും യൂസ് ചെയ്യുക. നമ്മൾ നമ്മൾ ഈ ഒരു ടപ്പിൾസിലും നംസിലും യൂസ് ചെയ്യുക. അഥവാ നംസ് അല്ല, ടപ്പിൾസിലും ലിസ്റ്റിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ടപ്പിളിലും ലിസ്റ്റിലും ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ഇപ്പം ടപ്പിൾസിൽ 1 to 3 എന്ന് കൊടുക്കുക. അത് നമുക്ക് എന്ത് കിട്ടും, ആ ഒരു 1 മുതൽ 3 വരെ വരും. കാരണം 4 കൊടുത്താൽ 3 വരെയുള്ള ഇൻഡെക്സ് വരെയുള്ളതായിരിക്കും വരിക. ഓക്കെ, ഇതേപോലെ സെയിം തന്നെയാണ് ലിസ്റ്റിലും വരുന്നത്. സോ ഞാനിപ്പോ സ്ട്രിങ്ങും കാണിച്ചത് പ്രോപ്പർ ആയിട്ട്, അതേപോലെ തന്നെ ബാക്കിയുള്ള ലിസ്റ്റും ടപ്പിൾസും നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിസ്റ്റിൽ നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ്, അഥവാ നമുക്ക് ഓൾറെഡി ഉള്ള ലിസ്റ്റിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ, അത് നമുക്ക് റിമൂവ് ചെയ്യുന്നത്, അതൊക്കെ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. സോ നമ്മൾ ഈ ഒരു ഓക്കെ നമുക്ക് ഇതെല്ലാം റിമൂവ് ചെയ്യാം. എന്നിട്ടൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ലിസ്റ്റ് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ എടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കൊരു ഒരു നമ്പറും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അഥവാ നമ്മൾ നംസിൽ ആദ്യം കോൾ ചെയ്യുന്നത് ഡോട്ട് അപ്പെൻഡ് എന്ന് വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഏത് നമ്പറാണോ ആഡ് ചെയ്യേണ്ടത് ആ നമ്പർ കൊടുത്താൽ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ലിസ്റ്റിലെ ഏറ്റവും എൻഡിലായിരിക്കും ആ നമ്പർ ആഡ് ആവുക.
ആഡ് ചെയ്യുക വെച്ചാൽ ഈ അപ്പൻഡ് എന്നുള്ള ഫംഗ്ഷൻ സംഭവിക്കുന്ന വെച്ചാൽ ഈ ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു ഡാറ്റ എന്ത് ചെയ്യുക ഇൻസേർട്ട് ചെയ്യുക ഓക്കെ അഥവാ ആഡ് ചെയ്യുക. അപ്പൊ നമുക്കിപ്പം അതിന് ശേഷം നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം നംസ് എന്നുള്ളത്. സോ കാണാൻ പറ്റും ഏറ്റവും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഒന്നും കൊണ്ട് വേണ്ടത് ഏറ്റവും എൻഡിലാണ് അഥവാ 6ന്റെ 5 കഴിഞ്ഞിട്ട് ഏറ്റവും എൻഡിലാണ് എന്ത് ചെയ്തത് നമുക്ക് ആ ഒരു ന്യൂ വാല്യൂ ആഡ് ചെയ്തത്. ഇനി അടുത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു 6 എന്നുള്ളത് 6 എന്നുള്ള ആ ഒരു നമ്പർ നമുക്ക് പെർട്ടിക്കുലർ ഇൻഡെക്സിൽ ആഡ് ചെയ്യണം. ഇപ്പൊ അഥവാ നമുക്ക് ഈ ഒരു 1ൽ ആഡ് ചെയ്യണം അല്ലെങ്കിൽ 2ൽ ആഡ് ചെയ്യണം നമുക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ട് അഥവാ നംസ് ഡോട്ട് ഇൻസേർട്ട് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഇവിടെ കാണാൻ പറ്റും ആദ്യ ഇൻഡെക്സ് ഏത് ഇൻഡെക്സിലാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാനിവിടെ 1 എന്ന് കൊടുത്തു അതേപോലെ തന്നെ ഏത് നമ്പർ 6 എന്നുള്ള കൊടുത്താൽ ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ ഈ 1 ഇവിടുന്ന് ജസ്റ്റ് ഇവിടുന്ന് ഈ ഒരു ഇതിന്റെ 1ന്റെയും 0 എന്ന് പറഞ്ഞ ഇൻഡെക്സിന്റെയും 2 എന്ന് പറഞ്ഞ ഇൻഡെക്സിന്റെ ഇടയിൽ എന്ത് ക്രിയേറ്റ് ആഡ് ചെയ്യും ഈ ഒരു 6ന് ആഡ് ചെയ്യും അഥവാ ഏതാണ് 1 എന്ന ഇൻഡെക്സിലേക്ക് 6ന് ആഡ് ചെയ്യും അതാണ് സംഭവിക്കുന്നത്. സോ നമുക്കൊന്ന് ജസ്റ്റ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ 6 ഓക്കെ കാണാൻ പറ്റും ആ ഒരു 1 ഇൻഡെക്സിലേക്ക് എന്താക്കി ആ ഒരു ഇൻഡെക്സ് പൊസിഷനിലേക്ക് എന്താ ആഡ് ചെയ്തു 6 ആഡ് ചെയ്തിട്ട് ആ 2 മുതൽ അങ്ങോട്ടേക്ക് എന്തായി ഷിഫ്റ്റ് ആയി ആ ഫുൾ എലമെന്റ് അങ്ങോട്ടേക്ക് ബാക്കി എല്ലാ എലമെന്റും ഷിഫ്റ്റ് ആയിട്ട് അതിന്റെ ആ ഒരു ഇൻ ബിറ്റ്വീനിൽ എന്താ ആഡ് ചെയ്തു 6 ആഡ് ചെയ്തു. അതാണ് എന്ത് യൂസ് കേസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല ഒരു ഇൻഡെക്സിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല യൂസ് കേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഇൻസേർട്ട് എന്നുള്ളത്. ഓക്കെ ഇപ്പൊ നമ്മൾ രണ്ട് കാര്യം പഠിച്ചു അപ്പൻഡ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും എൻഡിലേക്കായിരിക്കും ആഡ് ചെയ്യുക. അതേപോലെ ഇൻസേർട്ട് എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് റിമൂവിംഗ് ആണ് നമ്മളിവിടെ പറഞ്ഞു ഈ ഒരു കീപ്പിഡിലുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഓക്കെ ഫൈൻ റിമൂവിംഗ് ആണ്. ഓക്കെ അടുത്ത റിമൂവ് നമുക്ക് എലമെന്റ് അങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. രണ്ട് രീതിയിൽ നമുക്ക് റിമൂവ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇൻഡെക്സ് വെച്ചിട്ട് ഈ ഒരു ഇൻഡെക്സിൽ എലമെന്റ് റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ട് വാല്യൂ നമുക്ക് റിമൂവ് ചെയ്യാം. ഇത് എക്സാമ്പിൾ ആണ് ഞാനിപ്പോ ഇവിടെ ഇപ്പൊ ഞാനിവിടെ റിമൂവ് ചെയ്യാൻ പോവാണ് വെച്ചാൽ നംസ് ഡോട്ട് റിമൂവ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഏത് വാല്യൂ ഇപ്പൊ ഈ ലിസ്റ്റിൽ ഏത് വാല്യൂ ആണ് റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു വാല്യൂ നമുക്ക് കൊടുക്കാം. 5 എന്ന് കൊടുത്തു കാണാൻ പറ്റും 5 എന്നുള്ള എലമെന്റ് റിമൂവ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇൻഡെക്സ് ആണോ ഇത് ഇൻഡെക്സ് അല്ല ആക്ച്വലി ഇതിനുള്ളിലെ വാല്യൂ നമുക്ക് ജസ്റ്റ് ഇവിടെ സ്ട്രിംഗ് കൊടുക്കുക റിഷ എന്നുള്ളത്. ഓക്കെ ഇനി ജസ്റ്റ് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടോ ആ ഒരു റിഷ എന്നുള്ള വാല്യൂ എന്താക്കി റിമൂവ് ചെയ്തു. ഓക്കെ അതേപോലെ നമുക്ക് ഏത് എലമെന്റ് ഇപ്പം നമുക്ക് 1 എന്നുള്ള ഇവിടെ 1 ഉണ്ട് ആ ഒരു എലമെന്റ് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഇനിയിപ്പോ അഥവാ നമുക്ക് ഇതിലില്ലാത്ത സ്ട്രിംഗിൽ ലിസ്റ്റിൽ ഇല്ലാത്തൊരു വാല്യൂ റിമൂവ് ചെയ്ത് വിചാരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക ആ ഒരു എലമെന്റ് ആ ഒരു ഇപ്പൊ നമ്മൾ റിമൂവ് ചെയ്യാൻ കൊടുത്ത എലമെന്റ് ഏതില്ല ലിസ്റ്റ് ഇല്ല എന്നുള്ളൊരു എറർ വരും. അഥവാ വാല്യൂ ഇറങ്ങില്ല എറർ നമുക്ക് ഫോം ചെയ്യും. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ എററൊക്കെ വന്നാൽ ഇത് ഇന്ന ഒരു പ്രോബ്ലം കൊണ്ടാന്നുള്ളത് മനസ്സിലാക്കുക. സോ നമ്മൾ ചെയ്യുന്നതിലും നമ്മൾ എന്തൊക്കെ എറേഴ്സ് ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ എറേഴ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്തൊക്കെ എറർ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ ഇത് നെക്സ്റ്റ് നമുക്കുള്ളത് വെച്ചാൽ ഇൻഡെക്സ് വഴി റിമൂവ് ചെയ്യാം. വെച്ചാൽ പെർട്ടിക്കുലർലി ഒരു ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ എലമെന്റ് റിമൂവ് ചെയ്യാം. അതിനുള്ള ഒരു ഓപ്ഷൻ ആണ് ഡെൽ എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്യാൻ എന്താക്കാം ഏത് ഇൻഡെക്സ് ആണോ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പം നംസിലെ ലാസ്റ്റ് എലമെന്റ് ആയിരിക്കും ലാസ്റ്റ് എലമെന്റ് റിമൂവ് ചെയ്തു എന്നിട്ട് എന്താക്കി ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്തു. ജസ്റ്റ് മിനിറ്റ് കണ്ടോ ഇപ്പൊ എനിക്കൊരു എറർ വന്നു നോക്കാം. ലിസ്റ്റ് ഡോട്ട് റിമൂവ് ടേക്സ് ലിസ്റ്റ് ഡോട്ട് റിമൂവ് ടേക്സ് എക്സാക്ട്ലി 1 ആർഗ്യുമെന്റ് വെച്ചാൽ ഇവിടെ ഈ ഒരു റിമൂവ് എന്നുള്ള ഫംഗ്ഷൻ ഒരു ആർഗ്യുമെന്റ് യൂസ് ചെയ്യും. ഞാനിവിടെ ആക്ച്വലി അത് കമന്റ് ചെയ്യാൻ വിട്ടുപോയി അതുകൊണ്ടാണ് ഈ ഒരു എറർ വന്നത്. എന്ന് വെച്ചാൽ ടൈപ്പ് എറർ വെച്ചാൽ ഒരു ആർഗ്യുമെന്റ് മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. സോ ഈ ഒരു എറർ കൊണ്ട് മനസ്സിലാക്കുക. ജസ്റ്റ് കമന്റ് ചെയ്ത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിന് കാണാൻ പറ്റും ഇൻഡെക്സ് ആണ് ഇവിടെ ഇൻഡെക്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്തത് ഈ റിഷാദ് എന്ന് പറഞ്ഞ ആ ഒരു എലമെന്റിനാണ് ലിസ്റ്റ് നിന്ന് റിമൂവ് ചെയ്തത്. ഓക്കെ നമുക്ക് ഇൻഡെക്സ് വെച്ചപ്പോൾ മനസ്സിലാക്കണം വെച്ചാൽ ഇത് അപ്പൻഡ് വെച്ചാൽ ഏറ്റവും എൻഡിലേക്ക് ആഡ് ചെയ്യാനും ഇൻസേർട്ട് വെച്ചാൽ പെർട്ടിക്കുലർ ഇൻഡെക്സിലേക്ക് നമുക്കൊരു വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും റിമൂവ് വെച്ചാൽ ലിസ്റ്റിലുള്ള എലമെന്റ് നമുക്ക് എലമെന്റ് വെച്ച് നമുക്ക് എലമെന്റ് കൊടുത്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതും ഡെൽ എന്ന് വെച്ചാൽ നമുക്ക് ലിസ്റ്റിലുള്ള എലമെന്റിലെ ഇൻഡെക്സ് വെച്ച് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ 4 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ലിസ്റ്റ് നമുക്ക് ആഡും റിമൂവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ ഇത്രയാണ് നമുക്ക് ലിസ്റ്റിൽ ആ ഒരു ആഡും കാര്യങ്ങളുള്ള ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ
പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ഇൻഡെക്സിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു, സോ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിലാണ്. ഫസ്റ്റ് എലിമെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സീറോ ആയിരിക്കും. 1 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, സീറോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു -1 ഒക്കെ പറഞ്ഞാൽ ലാസ്റ്റ് ഒരു എലിമെന്റ് കഴിഞ്ഞിട്ടുള്ള എലിമെന്റ് ആണ് -2. -1 നിന്ന് ഏറ്റവും ലാസ്റ്റ് എലിമെന്റ്. ഓക്കെ, അപ്പൊ ഇൻഡെക്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോ ഒരു ടാസ്ക് ആണ് ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുക. 10 ലെങ്ത് സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുക, പ്രിന്റ് ചെയ്യുക, സെക്കൻഡ് എലിമെന്റ് പ്രിന്റ് ചെയ്യുക. അതുപോലെ തന്നെ തേർഡ് എലിമെന്റ് മുതൽ ലാസ്റ്റ് ക്യാരക്ടർ ഉള്ളത് പ്രിന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഓൾ ക്യാരക്ടർ ആഫ്റ്റർ ഫോർത്ത് ക്യാരക്ടർ വെച്ചാൽ നാലാമത്തെ ക്യാരക്ടർ കഴിഞ്ഞിട്ടുള്ള എല്ലാ എലിമെന്റും എന്താ ചെയ്യുക, പ്രിന്റ് ചെയ്യുക. അതേപോലെ തന്നെ 2 to 8 എന്നുള്ള ആ ഇൻഡെക്സിന് ഇടയിൽ സ്ട്രിങ് നമുക്ക് സ്ട്രിങ്ങിന്റെ വാല്യൂ ഉണ്ടാക്കുക, പ്രിന്റ് ചെയ്യുക. ഇതാണ് ഇന്നത്തെ സ്ട്രിങ്ങിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്ലൈസിംഗിൽ വരുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അത് കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിക്ഷണറീസ് ആണ്. ഈ ഒരു ഈ ഒരു ഈ ഒരു ടേമിന് നമ്മൾ കുറെ ഡിഫറെന്റ് ലാംഗ്വേജ് ഡിഫറെന്റ് രീതിയിലാണ് പറയുന്നത്. ഹാഷ് മാപ്പ് പറയുന്നതുണ്ട്, അതേപോലെ തന്നെ ജേസൺ ഡാറ്റ ടൈപ്പ് നമുക്ക് പറയുന്നുണ്ട്. ഈ ഒരു സ്ട്രക്ചറിനെ ഡിഫറെന്റ് ലാംഗ്വേജും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നമ്മൾ ഈ ഒരു ഡിക്ഷണറിനെ നമുക്കൊരു ഡെഫിനേഷൻ പോലെ പറയുകയാണെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് കീ വാല്യൂ പെയർസ് ആണ്. നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ഒരു ഇപ്പൊ നമ്മൾ ഈ സ്ട്രിങ്ങിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് അതിന് ഓൾറെഡി ഉണ്ട്, ഒരു കീ ഉണ്ട്. അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയില്ല. എന്താണ് വണ്ണിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി എന്തുണ്ട്, ഓൾറെഡി ഇൻബിൽഡ് ആയ ഒരു കീ ഉണ്ട്, അഥവാ 0 എന്നുള്ളത്. അതേപോലെ 2ന് എന്തുണ്ട്, ഓൾറെഡി ഇൻബിൽഡ് ആയ ഒരു കീ ഉണ്ട്, അഥവാ 1 എന്നുള്ളത്. സോ ഈ ഡിക്ഷണറി ആയിട്ട് ഒരു കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു യൂസ് കേസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്ത് കീ ക്രിയേറ്റ് ചെയ്ത് നമ്മളത് ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ആ ഒരു കീ പെട്ടെന്ന് ഒരു കീ കോൾ ചെയ്യുമ്പോൾ ആയിരിക്കണം എന്ത് വരേണ്ടത്, ആ ഒരു വാല്യൂ വരേണ്ടത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പ്രൈസസ് എന്നുള്ളത് നമ്മളിപ്പം 230 240 എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് പോലെ കൊടുക്കുവാണെങ്കിൽ അത് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് കീ ആണെന്ത് 0 1 2 3 എന്ന് പറഞ്ഞാൽ ആ ഒരു കീ എന്നത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഡിക്ഷണറിയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ പ്രൈസസിൽ എഗ് എന്നുള്ള ആ ഒരു വാല്യൂ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ, അഥവാ എഗ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ആ സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ ഇൻഡെക്സ് അഥവാ 10 പകരം ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും, നമ്മളിവിടെ ആ ഒരു നമ്മൾ കൊടുത്ത കീ വാല്യൂ അഥവാ നമ്മൾ കൊടുത്ത ആ പെർട്ടിക്കുലർ ആ കീ കൊടുക്കുമ്പോഴായിരിക്കും എന്ത് വരിക, നമ്മൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ 2.3 അഥവാ ഈ 2.30 എന്ന വാല്യൂ വരും. അതേപോലെ പ്രൈസസ് എന്നുള്ളത് എന്ത് ആക്സസ് ചെയ്യുമ്പോൾ സ്റ്റീക്ക് എന്നുള്ള ആക്സസ് ചെയ്യുമ്പോൾ 30 എന്ന് വരും. അതേപോലെ ബാക്ക് ബിയർ ആക്സസ് ചെയ്യുമ്പോൾ എന്ത് വരും, ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ വരും. അഥവാ ഇവിടെ നമ്മൾ ജസ്റ്റ് കമ്പയർ ലിസ്റ്റും ടെമ്പറേച്ചർ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ തന്നെ ഇവിടെ ഒരു കീ ക്രിയേറ്റ് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് വാല്യൂ ഉണ്ടാവും. ഇപ്പം ആ ഒരു ഡിക്ഷണറിയിൽ നിന്ന് നമുക്ക് ഇപ്പൊ വാല്യൂ വേണമെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ കൊടുത്ത ആ കീനെ ആക്സസ് ചെയ്താൽ മതി. അപ്പോഴായിരിക്കും ആ ഒരു കറസ്പോണ്ടിങ് വാല്യൂ വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ യൂസർ എന്നുള്ള ഒരു ഡിക്ഷണറി ക്രിയേറ്റ്, അത് എന്ത് കൊടുത്തു, ആദ്യം കൊടുത്തത് എന്താണ്, ഓക്കെ ഫൈൻ, ആദ്യം ഞാൻ കൊടുത്തു നെയിം എന്നുള്ളത്. ഇതെന്താണ്, കീ ആണ്. ഈ കീനെ ആക്സസ് ചെയ്യുമ്പോൾ അഥവാ യൂസർ എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ നെയിം എന്നുള്ളത് ആക്സസ് ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത്, അവിടെ ആ ഒരു ഏത് വാല്യൂ ആണെന്നുള്ളതാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, നമ്മൾ ഈ ഡബിൾ ഡോട്ട് കൊടുത്തിട്ട് എന്ത് കൊടുക്കുന്നത്, ഇവിടെ കൊടുക്കും, അഥവാ റിഷാദ് എന്നുള്ളത്. അതേപോലെ തന്നെ ഇനി അടുത്ത് നമുക്ക് വേണ്ടി ഇനിയിപ്പോ അത് കോമ ഇട്ടെടുക്കും. നമ്മളിപ്പോ ലിസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ കോമ ഇടും. അതിനുശേഷം എന്ത് ചെയ്യും, നമുക്ക് വേണ്ട അടുത്ത കീ എന്താണ് നമുക്ക് വേണ്ടത്, പ്ലേസ് എന്ന് പറയും. അത് എന്തായിരിക്കും, ആ ഒരു പ്ലേസിന് ആക്സസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, ഈ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടണം. ഏതാണ്, കണ്ണൂർ നിന്ന് കൊടുക്കണം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൽ ഓരോ വാല്യൂ ആക്സസ് ചെയ്യാം. പ്രിന്റ് നമ്മൾ യൂസർ എന്നുള്ളതിൽ നിന്ന് നമ്മൾ ഈ ഇൻഡെക്സ് അഥവാ 0 പകരം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് നമ്മൾ യൂസർ ഡിഫൈൻ ആയിട്ട് കൊടുത്ത എന്ത് നെയിം. ഇപ്പൊ നമ്മൾ നെയിം നോക്കുമ്പോൾ നമുക്ക് എന്താണ് പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇർഷാദില്ല പ്രിന്റ് ചെയ്യും. സോ ഇവിടെ നമ്മൾ ലിസ്റ്റിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ നമ്മൾ നമ്മൾ കൊടുത്ത കീ ആണ് ഇവിടെ യൂസ് ചെയ്യുക. ആ കീ വെച്ചിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് എന്തിൽ വരിക, നമ്മളെ യൂസർ എന്നുള്ളതിൽ എന്ത് പ്ലേസ് കൊടുത്താൽ എന്ത് വരും, ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ട് പ്ലേസ് നമുക്ക് റിട്രീവ് ചെയ്ത് കിട്ടും. സോ ഇതാണ് ഇതിന്റെ ഒരു മെയിൻ യൂസ് കേസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിക്ഷണറിന്റെ.
എന്നുവെച്ചാൽ നമുക്ക് തന്നെ അതിന്റെ ഇൻഡെക്സ് കീ ഓർ ഇൻഡെക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇത് നമ്മളെ ലിസ്റ്റും സമ്മും കമ്പയർ ചെയ്യാനുള്ള ഡിഫറൻസ്. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഡാറ്റ ടൈപ്പ് പ്രിന്റ് ചെയ്ത് നോക്കാം. ടൈപ്പ് യൂസർ ഒരു ഡിക്ഷണറി, അഥവാ ഡിക്ഷണറി എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പ് ആണ് ഈ ഒരു ഫോർമാറ്റിൽ പറയുന്ന ഡാറ്റ ടൈപ്പ് പറയുന്നത് ഡിക്ഷണറി ആണ്. ഓക്കെ, ഇത്രയാണ് ഡിക്ഷണറി ഉള്ളത്. നമ്മൾ വഴിയെ കുറെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കും, ഇതിനെക്കുറിച്ച് പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ എക്സാക്ട് യൂസ് കേസ് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാകും. ഇപ്പം ആകെ ഇത്ര കാര്യം മനസ്സിലാക്കുക, ഇതൊരു കീ വാല്യൂ പെയർ ആണ്. ഇവിടെ ലിസ്റ്റ് ടപ്പിൾസ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ തന്നെ യൂസർ ഡിഫൈൻ ചെയ്യും പെർട്ടിക്കുലർ ഒരു കീ ആൻഡ് കറസ്പോണ്ടിങ് വാല്യൂ. ഓക്കെ, നമ്മൾ ലിസ്റ്റിലാണ് നിങ്ങൾ സംഭവിക്കുന്നത്, ഓൾറെഡി നമ്മൾ വാല്യൂ കൊടുക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീ അഥവാ നമ്മൾ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന കീ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ യൂസർ ഡിഫൈൻ ചെയ്യും ഏത് കീ യൂസ് ചെയ്യുമാണ് ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ വരേണ്ടത് എന്നുള്ളത്. സോ അതാണ് ഈ ഡിക്ഷണറി എന്ന് പറയുന്നത്. സോ ഇതിന്റെ കുറെ യൂസ് കേസ് ഉണ്ട്. നമ്മൾ ഈ ലീഡ് കോഡും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫിഷ്യന്റ് ആവാൻ, ചിലതിനെ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫിഷ്യന്റ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഡിക്ഷണറി യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ലെക്ചർ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ChatGPT പോയിട്ട് ഞാൻ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, അതിന് ശേഷം കൊടുക്കുക, കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തരാൻ പറയുക. അപ്പോൾ എന്തായിരിക്കും അത് ലിസ്റ്റ് കുറെ എത്രയാണോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വേണ്ടത് അത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്ത് തരും. ആ ഒരു സംഭവം അതിന്റെ സൊല്യൂഷൻസ് ചോദിക്കുക. അത് ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇങ്ങനെയാണ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്കില്ലിന് ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരാൾ ഫുള്ളായിട്ട് ഫീഡ് ചെയ്തതല്ല. പക്ഷെ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ട്രിബിളിന് ഞാൻ റിമൂവ് ചെയ്യാണ്, റീപ്ലേസ് ചെയ്യാണ്. സോ ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇതിനാണ് ഇന്നത്തെ ലെക്ചർ. സോ നമുക്ക് ഇന്നത്തെ ലെക്ചർ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ലെക്ചറിൽ കാണാം. അതിലേക്കും ബൈ.